അമേരിക്കയെ തകർത്തുകൊണ്ട് പുടിൻ ഇതാ പുതിയ നയം സ്വീകരിച്ചിരിക്കുന്നു. കൈവശം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആണവായുധങ്ങൾ മുഴുവൻ പുറത്തെടുത്ത് മഹായുദ്ധത്തിന് തയ്യാറാവുകയാണവർ. ഇനി എവിടെ പോയി ഒളിച്ചിട്ടും കാര്യമില്ല, ബഹിരാകാശത്ത് പോയി ഒളിച്ചിട്ടും ഒരു കാര്യവുമില്ല. എന്താണ് റഷ്യ നടത്തിയ പുതിയ നീക്കമെന്നല്ലേ നമുക്ക് പരിശോധിക്കാം. റഷ്യ അടുത്തിടെ ഹ്രസ്വ ഇടത്തരം ദൂര മിസൈലുകൾ വിന്യസിക്കാനുള്ള തങ്ങളുടെ സ്വയം പ്രഖ്യാപിത താൽക്കാലിക മൊറട്ടോറിയം പിൻവലിച്ചത് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു വലിയ വാർത്തയാണ്. ഈ തീരുമാനം നാറ്റോയുടെ റഷ്യ വിരുദ്ധ നയങ്ങൾക്ക് ഒരു ശക്തമായ മറുപടിയാണ് നൽകിയത്. ആണവായുധങ്ങൾ വെറുതെ ശക്തി പ്രകടനത്തിനല്ല, ആവശ്യമെങ്കിൽ ഉപയോഗിക്കാനും തയ്യാറാണെന്ന് റഷ്യ ഈ നീക്കത്തിലൂടെ ലോകത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ്. റഷ്യൻ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ഹെഡും മുൻ പ്രസിഡന്റുമായ ദിമിത്രി മെദ്വദേവാണ് ഇതിനെ പുതിയ യാഥാർത്ഥ്യമെന്ന് വിശേഷിപ്പിച്ചത്. കൂടുതൽ നടപടികൾ പ്രതീക്ഷിക്കുക എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഈ വാക്കുകൾ റഷ്യയുടെ ഭാവി പ്രതിരോധ തന്ത്രങ്ങൾ കൂടുതൽ ആക്രമണോത്സുകമാകുമോ എന്ന ആശങ്ക ഉയർത്തുന്നതാണ്. റഷ്യയും അമേരിക്കയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണെന്ന തരത്തിൽ ചർച്ചകളും ഇതിനോടൊപ്പം ചൂടുപിടിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ആണവശക്തിയായ റഷ്യ ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളുന്നതിലൂടെ എന്ത് മാറ്റമാണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന വലിയ ചോദ്യം ഉയർന്നു കഴിഞ്ഞു. കൃത്രിമമായി സുനാമി പോലും സൃഷ്ടിക്കാൻ കഴിവുള്ള ആണവായുധങ്ങളൊക്കെയുള്ള വർഷങ്ങളായി അവ കെട്ടിപ്പൂട്ടി വെച്ച റഷ്യ അത് മറന്നുകൊണ്ട് പുതിയ തീരുമാനങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. 1987 ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടി അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചേർന്ന് ഒപ്പുവെച്ച ഒരു നിർണായക ഉടമ്പടിയായിരുന്നു. 500 മുതൽ 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഹ്രസ്വ ഇടത്തരം മിസൈലുകൾ നിരോധിക്കുന്നതാണ് അത്. ശീതയുദ്ധകാലത്ത് ആണവായുധ വ്യാപനം തടയാൻ ഈ ഉടമ്പടി വലിയ രീതിയിൽ പങ്കുവച്ചിട്ടുണ്ട്. 2019 ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്ക ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. റഷ്യ പുതിയ ക്രൂയിസ് മിസൈലുകൾ വികസിപ്പിച്ചത് ഉടമ്പടിയുടെ ലംഘനമാണെന്നാണ് അമേരിക്കയുടെ ആരോപണം. എന്നാൽ റഷ്യ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അമേരിക്കയുടെ പിന്മാറ്റത്തോടെ ഉടമ്പടി പൂർണ്ണമായും അസാധുവായി മാറി. അന്ന് അമേരിക്ക ആദ്യം ഇത്തരം മിസൈലുകൾ വിന്യസിച്ചാൽ മാത്രമേ തങ്ങൾ അതിന് തയ്യാറാകൂ എന്ന് റഷ്യ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ യൂറോപ്പിലും ഏഷ്യ പസഫിക് മേഖലയിലും നാറ്റോയുടെ സൈനിക വിന്യാസങ്ങൾ ഒരു നേരിട്ടുള്ള ഭീഷണിയായി കണ്ടാണ് റഷ്യ ഈ മൊറട്ടോറിയം പിൻവലിക്കുന്നത്. ഈ തീരുമാനത്തിന് പിന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഭീഷണി കൂടിയുണ്ട്. ഉക്രൈനുമായുള്ള യുദ്ധം 10 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ കടുത്ത താരിഫുകളും ഉപരോധങ്ങളും ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് മറുപടിയായി മെദ്വേവ് ഞങ്ങൾ ഇസ്രായേലോ ഇറാനോ അല്ല, റഷ്യയാണ് എന്ന് ശക്തമായി പ്രതികരിച്ചു. ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായി റഷ്യൻ അതിർത്തിക്ക് സമീപം 2 ആണവ അന്തർവാഹിനികൾ പുനഃസ്ഥാപിക്കാൻ ട്രംപ് ഉത്തരവിട്ടു. ഈ പരസ്പര ഭീഷണികൾ 2 വൻശക്തികളും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കാൻ മാത്രമാണ് സഹായിച്ചിട്ടുള്ളത്. മെദ്വദേവിന്റെ പ്രസ്താവനയിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഡെഡ് ഹാൻഡ് എന്ന പരാമർശമാണ്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ച ഈ ആണവ പ്രതിരോധ സംവിധാനം ഒരു ആണവ ആക്രമണം നേരിട്ടാൽ മനുഷ്യ ഇടപെടൽ ഇല്ലാതെ തന്നെ തിരിച്ചടി നടത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. റഷ്യയുടെ കമാൻഡ് സെന്ററുകൾ തകർന്നാലും ഈ അപ്പാകാലിപ്സ് മെഷീൻ സ്വയം പ്രവർത്തിച്ച് ആണവ മിസൈലുകൾ തൊടുക്കും. ഇന്നും ഈ സംവിധാനം പ്രവർത്തനക്ഷമമാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ആണവായുധങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കണം എന്ന മെദ്വേവിന്റെ മുന്നറിയിപ്പ് ഈ സംവിധാനത്തിന്റെ ഭീഷണിയാണ് അടിവരയിടുന്നത്. റഷ്യയുടെ നേതൃത്വം ഇല്ലാതായാലും തിരിച്ചടി ഉറപ്പാണെന്ന് ഈ പരാമർശം അമേരിക്കയ്ക്കും അതുപോലെ നാറ്റോയ്ക്കും ഒരു കടുത്ത മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. റഷ്യ ഈ മൊറട്ടോറിയം പിൻവലിച്ചതോടെ ഹൈപ്പർസോണിക്, ഒറഷ്നിക്, ഇസ്കന്ദർ തുടങ്ങിയ പുതിയ ഇടത്തരം മിസൈലുകൾ വിന്യസിക്കാനുള്ള സാധ്യതയാണ് വർദ്ധിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകൾ വളരെ വേഗതയേറിയതും കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. ഇത് റഷ്യയുടെ സൈനിക ശേഷിയെ കൂടുതൽ ശക്തമാക്കുന്ന ഘടകവുമാണ്. മെദ്വദേവിന്റെ കൂടുതൽ നടപടികൾ എന്ന പ്രസ്താവന ഈ മിസൈലുകളുടെ വിന്യാസമോ പുതിയ സൈനിക തന്ത്രങ്ങളോ ആണ് സൂചിപ്പിക്കുന്നത്. ഇത് ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. കാരണം നിലവിലെ ആയുധ നിയന്ത്രണ ചട്ടക്കൂടുകൾ ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഘട്ടമാണിപ്പോൾ. ഈ വാർത്ത വരുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. 1945 ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ആണവായുധങ്ങൾ പ്രയോഗിച്ചതിന്റെ വാർഷിക മാസമാണിത്. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും 9 നാഗസാക്കിയിലും ആണവ ബോംബുകൾ വീണപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് മരിച്ചു വീണത്. അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ജപ്പാൻ ജനത ഇന്നും അനുഭവിച്ചു വരികയാണ്. ഈ ദുരന്തം ലോകത്തിന് ആണവായുധങ്ങളുടെ ഭീകരതയാണ് ഓർമ്മിപ്പിക്കുന്നത്. റഷ്യയുടെ പുതിയ നീക്കം ഈ പശ്ചാത്തലത്തിൽ ആണവ സംഘർഷത്തിന്റെ ഭീഷണിയും വർദ്ധിപ്പിക്കുന്നുണ്ട്. റഷ്യയുടെ ഈ തീരുമാനം നാറ്റോയുമായുള്ള സംഘർഷം നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നയിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. യൂറോപ്പിലും ഏഷ്യ പസഫിക്കിലും നാറ്റോയുടെ സൈനിക വിന്യാസങ്ങൾ റഷ്യയെ പ്രകോപിപ്പിക്കുന്നുണ്ട്. INF ഉടമ്പടി ഇല്ലാതായതോടെ ആണവ മിസൈലുകളുടെ വ്യാപനം തടയാനുള്ള നിയന്ത്രണങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞു. റഷ്യയുടെ ഡെഡ് ഹാൻഡ് പരാമർശവും ട്രംപിന്റെ അന്തർവാഹിനി വിന്യാസവും
ശീതയുദ്ധകാലത്തെ സംഘർഷാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ആണവായുധങ്ങളുടെ ഉപയോഗം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ വലിയ ഭീഷണിയാണ് ഇന്ന് തുറക്കുന്നത്. അപ്പോൾ മനസ്സിലൊരു ചോദ്യം ഉയർന്നേക്കാം, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത്. റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ വിന്യസിക്കപ്പെട്ടാൽ അത് ആണവ സംഘർഷത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. നാറ്റോയും അമേരിക്കയും ഈ നീക്കത്തിൽ എങ്ങനെ പ്രതികരിക്കും? ഒരു പുതിയ ആയുധ മത്സരത്തിന്റെ തുടക്കമാകാം ഇത്. അല്ലെങ്കിൽ ലോക നേതാക്കൾ ഈ പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടി ഒരു ഒത്തുതീർപ്പിന് തയ്യാറായേക്കാം. എന്നാൽ ഹിരോഷിമയുടെയും അതുപോലെ നാഗസാക്കിയുടെയും ഓർമ്മകൾ നമ്മെ ഒരു കാര്യം വല്ലാതെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആണവായുധങ്ങൾ ഒരിക്കലും വീണ്ടും ഉപയോഗിക്കരുത് എന്ന കാര്യം. മെദ്വദേവിന്റെ വാക്കുകൾ ശരിയാണ്. ആണവായുധങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രകൃതിയുടെ അത്ഭുതങ്ങൾ നമ്മെ ആകർഷിക്കുമ്പോൾ മനുഷ്യന്റെ ഈ സൃഷ്ടി ഭീകരമാണ്. ഒരിക്കലും ഉപയോഗിക്കപ്പെടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇവിടെ സാധിക്കുകയുള്ളൂ. പുതിയ പുതിയ ആയുധങ്ങളുമായി റഷ്യ എന്തിനാണ് പുറപ്പെടുന്നത് എന്ന ചോദ്യം ഇവിടെ വളരെയേറെ പ്രസക്തമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തികളിൽ ഒന്നാണ് റഷ്യ. അവരുടെ ആണവായുധ ശേഖരവും അതിൻ്റെ വിന്യാസശേഷിയും ആഗോള രാഷ്ട്രീയത്തിൽ അവരെ ഒരു മുൻനിര ശക്തിയാക്കി നിലനിർത്തുന്നുണ്ട്. റഷ്യയുടെ ആണവ ശക്തി സോവിയറ്റ് യൂണിയന്റെ പൈതൃകത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. എന്നാൽ ഇന്ന് അവർ ആധുനികവും അത്യന്തം വിനാശകരവുമായ ആയുധങ്ങളാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ ആണവശക്തിയുടെ വിശദാംശങ്ങൾ, അതിൻ്റെ ചരിത്രം, നിലവിലെ ശേഖരം, സാങ്കേതിക വിദ്യ, ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്നിവ വിശദമായിട്ട് പറയാം. റഷ്യയുടെ ആണവശക്തി സോവിയറ്റ് യൂണിയന്റെ കാലത്താണെന്ന് പറഞ്ഞല്ലോ. അതായത് 1940കളിൽ ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സോവിയറ്റ് ആറ്റമിക് ബോംബ് പ്രൊജക്ട് മുതലാണ് ഇത് ആരംഭിക്കുന്നത്. 1949ൽ യുഎസിന്റെ മാൻഹട്ടൻ പ്രൊജക്റ്റിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ സഹായത്തോടെ സോവിയറ്റ് യൂണിയൻ അവരുടെ ആദ്യ ആയുധ പരീക്ഷണം വിജയകരമായി നടത്തി. 1955ൽ അവർ ആദ്യം ഹൈഡ്രജൻ ബോംബ് പരീക്ഷിക്കുന്നുണ്ട്. 1961ൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആണവ ബോംബായ സർ ബോംബെയും പരീക്ഷിച്ചു. ഇത് ഹിരോഷിമയിൽ വീണ ബോംബിന്റെ 3000 മടങ്ങ് ശക്തിയുള്ളതായിരുന്നു. 1986ൽ ശീതയുദ്ധത്തിന്റെ ഉച്ചസ്ഥായിയിൽ വെച്ച് സോവിയറ്റ് യൂണിയന്റെ ആണവ ശേഖരം 45,000-ലധികം വാർ ഹെഡുകൾ എത്തി. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശേഖരമായിരുന്നു. 1991ൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ അതിന്റെ ആണവായുധങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയുണ്ടായി. ഉക്രൈൻ, ബെലാറസ്, കസാഖ്സ്ഥാൻ എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്ന 3200 സ്ട്രാറ്റജിക് ആണവ വാർ ഹെഡുകളും 22,000 ടാക്ടിക്കൽ ആണവായുധങ്ങളും റഷ്യയിലേക്ക് തിരികെ കൊണ്ടുവന്ന് നിർവീര്യമാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തു. 2025ലെ കണക്കനുസരിച്ച് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് പറയുന്നതനുസരിച്ച് റഷ്യയ്ക്ക് ഏകദേശം 5460 ആണവ വാർ ഹെഡുകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇതിൽ 1718 എണ്ണം വിന്യസിച്ചിട്ടുണ്ട്. ഈ ആയുധങ്ങൾ സ്ട്രാറ്റജിക്കലും ടാക്ടിക്കലും ഉപയോഗിക്കുന്ന ഹ്രസ്വദൂര കുറഞ്ഞ ശക്തിയുള്ള ആയുധങ്ങളായിട്ട് ഉൾപ്പെടുന്നുണ്ട്. റഷ്യയുടെ ആണവ ശേഖരം ലോകത്തിലെ ഏറ്റവും വലുതാണ്. യുഎസിന്റെ 5044 വാർ ഹെഡുകളോട് കിടപിടിക്കുന്നതാണ് ഇവയ്ക്കുള്ളത്. ഇവ രണ്ടും ചേർന്ന് ലോകത്തിന്റെ 87% ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്ന രാഷ്ട്രങ്ങളുമാണ്. റഷ്യയുടെ ആണവശക്തിയുടെ അടിസ്ഥാനം അവരുടെ ന്യൂക്ലിയർ ട്രയാഡാണ്. കര, കടൽ, വായു എന്നിവയിൽ നിന്ന് ആണവായുധങ്ങൾ വിന്യസിക്കാനുള്ള ശേഷി. കരയിൽ റഷ്യയ്ക്ക് 306 ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഉദാഹരണത്തിന് SS-27 ടോപോൾ M, SS-27 യാസ്, RS-20 സർമത്ത് എന്നിവയൊക്കെയാണിത്. ഇവയിൽ പലതും ഒന്നിലധികം വാർ ഹെഡുകൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ്. സർമത്ത് മിസൈല് സാത്താൻ 2 എന്നും അറിയപ്പെടുന്നുണ്ട്. 10-ലധികം വാർ ഹെഡുകൾ വഹിക്കാനും ലോകത്തിലെ ഏത് ഭാഗത്തേക്ക് ആക്രമണം നടത്താനും ഇവയ്ക്ക് സാധിക്കും. കടലിൽ 11 ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളും ഉണ്ട്. ഡെൽറ്റ, ബോറെ ക്ലാസുകൾ ഉൾപ്പെടെ 624 വാർ ഹെഡുകൾ വിന്യസിക്കാൻ ശേഷിയുണ്ട് ഇവയ്ക്ക്. ബോറെ ക്ലാസ് അന്തർവാഹിനികൾ ബുലാവ SS N-32 മിസൈലുകളും വഹിക്കുന്നുണ്ട്. 2018ൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുതിയ ആയുധങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൽ ഹൈപ്പർസോണിക്, അതായത് ആവറേജ് ഗ്ലൈഡ് വെഹിക്കിൾ, ന്യൂക്ലിയർ പവേർഡ് ബോർഷനിക് ന്യൂക്ലിയർ മിസൈല്, പൊസൈഡൻ ന്യൂക്ലിയർ ടോർപിഡോ എന്നിവയും ഉൾപ്പെടുന്നു. ഈ ആയുധങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ശേഷിയുള്ളവയാണ്. ലോകത്തൊരു ശക്തിക്കും കീഴടക്കാൻ പറ്റാത്തത്ര ശക്തിയാണ് റഷ്യക്ക് ഇതൊക്കെ നൽകുന്നത്. പെരിമീറ്റർ അല്ലെങ്കിൽ ഡെഡ് ഹാൻഡ് എന്നറിയപ്പെടുന്ന സോവിയറ്റ് കാല സംവിധാനം ആക്രമണം നേരിട്ടാൽ മനുഷ്യ ഇടപെടലില്ലാതെ തിരിച്ചടി നടത്താൻ രൂപകൽപ്പന ചെയ്തതാണ്. ഇത് ഇന്നും പ്രവർത്തനക്ഷമമാണെന്നാണ് റഷ്യക്കാർ വിശ്വസിക്കുന്നത്. റഷ്യയുടെ ആണവശക്തി അവരുടെ ഭൗമരാഷ്ട്രീയ സ്വാധീനത്തിന്റെ കാതൽ കൂടിയാണ്. 2024ലെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഓൺ ന്യൂക്ലിയർ ഡിറ്ററൻസ് പ്രകാരം റഷ്യ ആണവായുധങ്ങൾ ഉപയോഗിക്കാം. റഷ്യയ്ക്കോ അതിന്റെ സഖ്യകക്ഷികൾക്കോ എതിരായ ആണവ അല്ലെങ്കിൽ മറ്റ് വലിയ രീതിയിലുള്ള വിനാശകരമായ ആക്രമണത്തിന് മറുപടിയായി അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയുള്ള ഒരു പരമ്പരാഗത ആക്രമണത്തിൽ 2023ൽ ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയിൽ നിന്ന് റഷ്യ താൽക്കാലികമായി പിന്മാറിയിട്ടുണ്ട്. 2024ൽ ഉക്രൈനിൽ ഒറഷ്നിക് എന്ന ആണവശേഷിയുള്ള മിസൈൽ പരീക്ഷിച്ചത്
ഇതോടുകൂടിയാണ്. ഈ നീക്കങ്ങൾ നാറ്റോ, US, ചൈന എന്നിവിടങ്ങളിലെ സൈനിക ശക്തിയെ ചെറുക്കാനുള്ള റഷ്യയുടെ തന്ത്രത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കരുതിയിരിക്കണം, മൂന്നാം ലോക മഹായുദ്ധം തൊട്ടരികിലെത്തിയിരിക്കുന്നു. ഈ യുദ്ധത്തിൽ ആരായിരിക്കും ജയിക്കുക? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.